ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു ദിശ അക്കാഡമി. അപ്പോൾ നമ്മൾ ഇന്ന് RPF സയൻസിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. യൂണിറ്റ് ഓഫ് മൊമെൻറ്റം എന്താണ്? ഓപ്ഷൻസ് കൊടുത്തിട്ടില്ല. എന്താണ് മൊമെൻറ്റത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്? എന്താണ് മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ? മൊമെൻറ്റത്തിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? P ആണ്. P ഈസിക്വൽ ടു, ഇക്വേഷൻ എന്താണ്? P ഈസിക്വൽ ടു mv. എം എന്ന് പറയുന്നത് എന്താണ്? മാസ്. അതേപോലെ V എന്ന് പറയുന്നത് എന്താണ്? വെലോസിറ്റി ആണ്. അപ്പം പീൻ്റെ നമുക്ക് എങ്ങനെ എഴുതാം? മാസിൻ്റെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്ന യൂണിറ്റ്? SI യൂണിറ്റ് കിലോഗ്രാം ആണ്. വെലോസിറ്റീൻ്റെ ആണെങ്കിലോ മീറ്റർ പെർ സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ മൊമെൻറ്റത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്ത് വരും? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയും. അല്ലെങ്കിൽ കിലോഗ്രാം മീറ്റർ സെക്കൻഡ് റേസ് ടു -1 എന്ന് പറയാവോ? അപ്പം മൊമെൻറ്റത്തിൻ്റെ യൂണിറ്റ് എന്താണ്? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ് എന്തെന്ന് പറയുന്നത്? മൊമെൻറ്റത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി അതുപോലെ നിങ്ങൾ ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്താണ്? ഫോഴ്സിൻ്റെ യൂണിറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ്? ന്യൂട്ടൺ ആണ് എന്തെന്ന് പറയുന്നത്? ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. അതേപോലെ വർക്ക്, എനർജി, വർക്കിൻ്റെ എനർജിയുടെയൊക്കെ യൂണിറ്റ് സെയിം തന്നെയാണ്. എന്താണ്? ജൂളാണ് എന്തെന്ന് പറയുന്നത്? വർക്കിൻ്റെ എനർജിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെയിറ്റ് എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷൻ കൊണ്ടുണ്ടാവുന്ന ഫോഴ്സ് ആണ് എന്തെന്ന് പറയുന്നത്? വെയിറ്റ്. അപ്പോൾ വെയിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫോഴ്സ് ആണ്. അപ്പോൾ ഫോഴ്സിൻ്റെ യൂണിറ്റ് തന്നെയാണ് വെയിറ്റിൻ്റെ യൂണിറ്റ്. എത്രയാണ്? ന്യൂട്ടൺ ആണ്. ആരാണ്? ന്യൂട്ടൺ ആണ്. ഇനി പ്രഷർ എന്ന് പറയുന്നത് എന്താണ്? പ്രഷറിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാവോ? എന്താണ്? ഫോഴ്സ് ബൈ ഏരിയ ആണ് എന്തെന്ന് പറയുന്നത്? പ്രഷർ എന്ന് പറയുന്നത്. ഫോഴ്സിൻ്റെ യൂണിറ്റ് നിങ്ങൾക്ക് അറിയാം എന്താണ്? ന്യൂട്ടൺ ആണ്. പിന്നെ വരുന്നത് ഏരിയ. അപ്പോൾ എന്താണ് വരുന്നത്? മീറ്റർ സ്ക്വയർ. അപ്പം ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് എന്തെന്ന് പറയുന്നത്? പ്രഷറിൻ്റെ ഏരിയ, അല്ലെങ്കിൽ ന്യൂട്ടൺ മീറ്റർ റേസ് ടു -2 എന്ന് പറയാം. അപ്പോൾ നമ്മളിപ്പോൾ നോക്കിയത് എന്തൊക്കെയാണ്? മൊമെൻറ്റത്തിൻ്റെ യൂണിറ്റ് എന്താണ്? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഫോഴ്സിന് നിങ്ങൾക്ക് അറിയാം ന്യൂട്ടൺ. വർക്കിൻ്റെയും എനർജിയുടെയും സെയിം യൂണിറ്റ് ആണ് എന്തെന്ന് പറയുന്നത്? ജൂള്. വെയിറ്റിൻ്റെ എങ്ങനെയാണ്? വെയിറ്റ് എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷൻ കൊണ്ടുള്ള ഫോഴ്സ് ആണ്. അതുകൊണ്ട് വെയിറ്റിൻ്റെ യൂണിറ്റും എന്ത് തന്നെയാണ്? ഫോഴ്സിൻ്റെ അതേ യൂണിറ്റ് ന്യൂട്ടൺ തന്നെയാണ്. ഇനി പ്രഷർ എന്ന് പറയുന്നത് ഫോഴ്സ് ബൈ ഏരിയ ആണ്. ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ, ഏരിയയുടെ നമ്മൾ മീറ്റർ സ്ക്വയർ. അപ്പം ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് എന്തെന്ന് പറയുന്നത്? പ്രഷറിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. നോക്കിയേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി? ഇതിൽ ഏതാണ് സ്കെയിലാർ ക്വാണ്ടിറ്റി ആയിട്ടുള്ളത്? ഡിസ്പ്ലേസ്മെൻറ്റ്, മൊമെൻറ്റം, പ്രഷർ, ഫോഴ്സ്. ഇതിൽ ഏതാണ് സ്കെയിലാർ ക്വാണ്ടിറ്റി? സ്കെയിലാർ ക്വാണ്ടിറ്റി, വെക്റ്റർ ക്വാണ്ടിറ്റി എന്താണെന്നറിയാവോ? സ്കെയിലാർ, വെക്റ്റർ. മാഗ്നിറ്റ്യൂഡ് മാത്രം ഉള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്കെയിലാർ എന്ന് പറയുന്നത്. ഇനി മാഗ്നിറ്റ്യൂഡും അതിൻ്റെ കൂടെ ഡയറക്ഷനും കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുന്നത്? വെക്റ്റർ ക്വാണ്ടിറ്റി എന്നാണ് പറയുന്നത്. അതേപോലെ വെക്റ്റർ ലോ ഓഫ് വെക്റ്റർ അഡിഷനും ആര് ഒബേ ചെയ്യുന്നുണ്ട്? വെക്റ്റേഴ്സ് ഒബേ ചെയ്യുന്നുണ്ട്. സ്കെയിലാർ ഒബേ ചെയ്യുന്നില്ല. അപ്പം ജസ്റ്റ് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട എന്താണ്? സ്കെയിലാർ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് മാത്രമേ. വെക്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ട്. സിമ്പിളായിട്ട് ഇപ്പം ഞാനിപ്പോൾ കൊട്ടാരക്കരയാണുള്ളത്. കൊട്ടാരക്കര ജംഗ്ഷനിൽ ഞാൻ നിൽക്കുവാണെന്ന് വെച്ചോ. എന്നോട് ഒരാൾ വന്നിട്ട് ചന്തമുക്ക് പോവാൻ എത്ര ദൂരം ഉണ്ട്, അല്ലെങ്കിൽ ചന്തമുക്ക് എവിടെയാണെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കൊട്ടാരക്കരയുടെ അടുത്തൊരു സ്റ്റോപ്പാണ് ഏതെന്ന് പറയുന്നത്? ചന്തമുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറയുവാണ് 1 കിലോമീറ്റർ എന്ന് ഞാൻ പറയുന്നു. അപ്പോഴത്തേക്കും ആ ആൾ സ്വാഭാവികമായിട്ട് എന്ത് ചോദിക്കും? എങ്ങോട്ടാണെന്ന് ചോദിക്കും. എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയണ്ടേ? 1 കിലോമീറ്റർ എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പം ഞാൻ പറയണം എന്താണ്? കൊട്ടാരക്കര ജംഗ്ഷനിൽ നിന്ന് 1 കിലോമീറ്റർ റൈറ്റ്, അല്ലെങ്കിൽ ലെഫ്റ്റ്, അല്ലെങ്കിൽ ഈസ്റ്റ്, വെസ്റ്റ്, അങ്ങനെ ഞാൻ എടുത്ത് പറയണ്ടേ? എന്നാലേ ഒരാൾക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒരു വാല്യൂ ചിലപ്പം പറഞ്ഞാൽ അതിന് അർത്ഥം ഉണ്ടാവത്തില്ല. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വെക്റ്റർ എന്ന് പറയുന്നത്. ഇനി സ്കെയിലാറിന് നിങ്ങൾക്ക് എളുപ്പമായിട്ട് മനസ്സിലാവാൻ ഞാനിപ്പോൾ ഒരു കടയിൽ ചെന്നിട്ട് 1 കിലോ അരി ഈസ്റ്റ്, വെസ്റ്റ്, അല്ലെങ്കിൽ തെക്കോട്ട്, വടക്കോട്ടെന്ന് ഞാൻ പറയുമോ? ഇല്ല. എനിക്ക് വേണ്ടത് എന്താണ്? 1 കിലോ അരിയാണ്.
അത് ആ ഒരു ഇത് മാത്രം മതി, അല്ലാതെ അവിടെ എന്തിൻ്റെ ആവശ്യമില്ല, ഡയറക്ഷൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതാണ് എന്തെന്ന് പറയുന്നത് സ്കെയിലാർ. ചില സ്ഥലത്ത് നമുക്ക് മാഗ്നിറ്റ്യൂഡ് മാത്രം മതി, ചില സ്ഥലത്ത് നമുക്ക് മാഗ്നിറ്റ്യൂഡ് ഡയറക്ഷനും കൂടെ ഉണ്ടെങ്കിൽ അതിനൊരു അർത്ഥം വരത്തുള്ളൂ. അപ്പോൾ അതാണ് ജസ്റ്റ് സിംപ്ലി എന്തെന്ന് പറയുന്നത് സ്കെയിലാറും വെക്റ്റർ എന്നും പറയുന്നത്. ഇനി സ്കെയിലാർ ക്വാണ്ടിറ്റിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമ്പിൾസ് ആണ് ഏതെന്ന് പറയുന്നത് ഡിസ്റ്റൻസ്, ടൈം, സ്പീഡ്, ടെമ്പറേച്ചർ, അതേപോലെ വർക്ക്, പവർ, പ്രഷർ ഒക്കെ എന്താണ് സ്കെയിലാർ ക്വാണ്ടിറ്റീസ് ആണ്. വെക്റ്റർ ക്വാണ്ടിറ്റീസോ, വെക്റ്റർ ക്വാണ്ടിറ്റിക്ക് എക്സാമ്പിൾ അവർക്ക് ഡയറക്ഷനും ഉണ്ട്. വെക്റ്റർ ക്വാണ്ടിറ്റിക്ക് എക്സാമ്പിളാണ് എന്തെന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ്, അതേപോലെ വെലോസിറ്റി, ആക്സിലറേഷൻ, മൊമെൻറ്റം, ഫോഴ്സ്, ഇമ്പൾസ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരെയാണ് ഞാൻ ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പം ഇതിൽ നോക്കിയേ, ഇതിൽ സ്കെയിലർ ക്വാണ്ടിറ്റി വരുന്നത് ആരാണ്? ഡിസ്പ്ലേസ്മെൻറ്റ്, മൊമെൻറ്റം, പ്രഷർ, ഫോഴ്സ്. ആരാണ് സ്കെയിലർ ക്വാണ്ടിറ്റി വരുന്നത്? പ്രഷറാണ് ആൻസർ എന്ന് പറയുന്നത്. ബാക്കി എല്ലാവർക്കും എന്തുണ്ട്? ഡയറക്ഷൻ ഉണ്ട്. അപ്പോൾ സിംപ്ലി നിങ്ങൾ അങ്ങനെ ഓർത്തിരുന്നാൽ മതി. എക്സാമ്പിൾസ് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഓക്കെ. If two force of 10 Newton and 5 Newton are applied in the same direction on an object, what will be the total force acting on the object? ഒരു ഒബ്ജക്റ്റിൽ ഒരേ ഡയറക്ഷനിൽ രണ്ട് ഫോഴ്സസ് 10 ന്യൂട്ടനും 5 ന്യൂട്ടനും രണ്ട് ഫോഴ്സസ് അപ്ലൈ ചെയ്യുവാണെങ്കിൽ എഫക്റ്റീവ് ആയിട്ടുള്ള ഫോഴ്സ് അല്ലെങ്കിൽ ടോട്ടൽ ഫോഴ്സ്, ആ ഒബ്ജക്റ്റിൽ ഉണ്ടാവുന്ന ടോട്ടൽ ഫോഴ്സ് എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. എത്രയാണ്? ഇതിന് ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താണ് റിസൾട്ടൻ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്? റൂട്ട് F1² പ്ലസ് F2² പ്ലസ് 2F1 F2 കോസ് തീറ്റ. ഇത് രണ്ട് ഫോഴ്സ് ഉള്ളപ്പോഴാണ് ഇത് F1 ആയിട്ട് നമുക്ക് എടുക്കാം, ഇത് F2 ആയിട്ട് എടുക്കാം. ഇനി പറഞ്ഞിട്ടുണ്ട് രണ്ടുപേരും ഒരേ ഡയറക്ഷനിലാണ്. അങ്ങനെയാണെങ്കിൽ രണ്ട് ഫോഴ്സിൻ്റെ ഇടയ്ക്കും എന്താണ്? ആംഗിൾ ഉണ്ടോ? ഈ കോസ് തീറ്റ എന്ന് പറയുന്നത് തീറ്റ ആംഗിളാണ്. അപ്പോൾ രണ്ടും ഒരേ ഡയറക്ഷൻ ആണെങ്കിൽ പിന്നെ ആംഗിൾ ഉണ്ടോ? ഇല്ല. ആംഗിൾ എന്താണ്? 0 ആണ്. കോസ് 0 നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. എന്താണ്? 1 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ എന്തായിട്ട് മാറും? F1² പ്ലസ് F2² പ്ലസ് 2F1 F2 എന്നാവോ? കാരണം ഇതെന്തായി? ഇത് 1 ആയി. ഇനി ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ ഓർമ്മ വരുന്നത്? A² പ്ലസ് B² പ്ലസ് 2AB എന്ന് വരുന്നുണ്ടോ? അതിൻ്റെ എക്സ്പാൻഷനാണ് എന്തെന്ന് പറയുന്നത് A പ്ലസ് B പ്ലസ് ദ ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷനാണ് A² പ്ലസ് B² പ്ലസ് 2AB എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിലുള്ള നമുക്ക് എഴുതാമോ F1 പ്ലസ് F2 ദ ഹോൾ സ്ക്വയർ ആണെന്ന്? അങ്ങനെയാണെങ്കിൽ ഈ റൂട്ടിൻ്റെ പുറത്തെടുക്കുമ്പോൾ ഇതിൽ രണ്ട് ആൾക്കാരുണ്ട്, ഒരാൾ പുറത്ത് വരും. അതെന്താണ്? F1 പ്ലസ് F2 ആണ്. അങ്ങനെ ജസ്റ്റ് നമുക്ക് സിംപ്ലി എന്ത് ചെയ്താൽ മതി? 10 പ്ലസ് 5 കൂട്ടിയാൽ മതി. 15 ന്യൂട്ടനാണ് ആൻസർ എന്ന് പറയുന്നത്. 15 ന്യൂട്ടനാണ് ആൻസർ എന്ന് പറയുന്നത്. ഇവിടെ ആംഗിൾ വാല്യൂ മാറുന്ന അനുസരിച്ച് ഇപ്പോൾ 90 ഡിഗ്രി ആണെങ്കിലോ, 90 ഡിഗ്രി ആയിരുന്നെങ്കിലോ ആ കോസ് 90 എന്ന് പറയുന്നത് 0 വരും. അപ്പോഴത്തേക്ക് ഇത് ഫുൾ അങ്ങ് 0 ആയി പോകും. അപ്പോൾ ആംഗിളും കൂടെ ശ്രദ്ധിച്ച് അതേപോലെ ഫോഴ്സിൻ്റെ വാല്യൂ എന്തുവാണോ അത് കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? രണ്ട് ഫോഴ്സ് ഉള്ളപ്പോൾ ഈ ഇക്വേഷൻസ് യൂസ് ചെയ്ത് റിസൾട്ടൻറ്റ് ഫോഴ്സ് കണ്ടുപിടിക്കാം. അപ്പോൾ 15 ന്യൂട്ടനാണ് എന്തെന്ന് പറയുന്നത്? ആ തേർഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആൻ ഇലക്ട്രോൺ ഹാസ് എ നെഗറ്റീവ് ചാർജ്. ആ ചാർജ് എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്? 1.6 × 10⁻⁻18, 1.6 × 10⁻⁻16, 1.6 × 10⁻⁻18 ആണോ 1.6 × 10⁻⁻19 ആണോ? ഇതിൽ ഏതാണ് ആ ചാർജ് എന്ന് പറയുമ്പോൾ? ഇതെന്താണ്? കൂളമാണ്. കൂളം ചാർജിൻ്റെ യൂണിറ്റ് ആണ് എന്തെന്ന് പറയുന്നത്? കൂളം. എന്താണ് ഇലക്ട്രോണിൻ്റെ ചാർജ്? ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ. എപ്പോഴും ഇലക്ട്രോണിൻ്റെ ചാർജ് എന്താണ്? നെഗറ്റീവ് ചാർജാണ്. നെഗറ്റീവ്. പ്രോട്ടോണിൻ്റെ ആണെങ്കിലോ പോസിറ്റീവ് ചാർജാണ് എഴുതുന്നത്. ഇനി ന്യൂട്രോണിൻ്റെ ആണെങ്കിൽ ന്യൂട്രോണിന് പ്രത്യേകിച്ച് ചാർജ് ഒന്നുമില്ല. എന്താണ്? ന്യൂട്രലാണ്. ഇനി മാസ് എടുത്താലോ? മാസ് എടുത്തു കഴിഞ്ഞാൽ ഇലക്ട്രോണിൻ്റെ മാസ് എത്രയാണ്? ഇലക്ട്രോണിൻ്റെ മാസ് അറിയാവോ? എന്താണ്?
9.1 ഇൻറ്റു 10⁻⁻31 കിലോഗ്രാം ആണ് എന്തെന്ന് പറയുന്നത് ഇലക്ട്രോണിൻ്റെ മാസ് എന്ന് പറയുന്നത്. പ്രോട്ടോണിൻ്റെ മാസ് ആണെങ്കിലോ പ്രോട്ടോണിൻ്റെ മാസ് അറിയാവോ? 1.672 ഇൻറ്റു 10⁻⁻27 കിലോഗ്രാം ആണ് എന്തെന്ന് പറയുന്നത് പ്രോട്ടോണിൻ്റെ. ന്യൂട്രോൺ ആണെങ്കിലും പ്രോട്ടോണിൻ്റെ ഏകദേശം ഒരേ വാല്യൂ തന്നെയാണ്. 75 വരുന്നതേ ഉള്ളൂ. 10⁻⁻27 കിലോഗ്രാം എന്ന് പറയും. ഇനി നോക്കിയേ, ന്യൂട്രോണിന് ചാർജ് ഇല്ല. പ്രോട്ടോണിൻ്റെയും ഇലക്ട്രോണിൻ്റെയും ചാർജ് സെയിം ആണ്. നെഗറ്റീവും പോസിറ്റീവും ആണെന്നേ ഉള്ളൂ. എത്രയാണ്? 1.6 ഇൻറ്റു 10⁻⁻19 ആണ്. ഇലക്ട്രോൺ ആകുമ്പോൾ ഇവിടെ ഒരു മൈനസ് വരും, പ്രോട്ടോൺ ആകുമ്പോൾ അത് പിന്നെ പോസിറ്റീവാണ്. നോക്കിയേ, ഇവിടെ ഹാസ് എ നെഗറ്റീവ് ചാർജ്. ആ നെഗറ്റീവ് ചാർജ് എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാണ്? നോക്കിയേ, ഡി ഓപ്ഷനാണ്. 1.6 ഇൻറ്റു 10⁻⁻19 കൂളമാണ് എന്തെന്ന് പറയുന്നത് ഇലക്ട്രോണിൻ്റെ ചാർജ് എന്ന് പറയുന്നത്. പ്രോട്ടോണിൻ്റെ ആണെങ്കിലും അതേ ചാർജ് തന്നെ, പിന്നെ ഇവിടെ സൈൻ്റെ വ്യത്യാസം വരുന്നുണ്ടെന്നേ ഉള്ളൂ. ഇവിടെ നെഗറ്റീവ് ചാർജ് എടുത്ത് പറഞ്ഞിട്ടുമുണ്ട്. ഇനി ന്യൂട്രോണിൻ്റെ ചാർജ് എത്രയാണ്? 0. മാസ് നോക്കിയേ, ഇലക്ട്രോണിൻ്റെ മാസ് 9.1 ഇൻറ്റു 10⁻⁻31 കിലോഗ്രാം. പ്രോട്ടോണിൻ്റെ മാസ് ആണെങ്കിലോ 1.672 ഇൻറ്റു 10⁻⁻27 കിലോഗ്രാം. ന്യൂട്രോണിൻ്റെ ആണെങ്കിൽ ഏകദേശം പ്രോട്ടോണിൻ്റെ അതേ മാസ് പോലെ തന്നെയാണ്, 1.675 ഇൻറ്റു 10⁻⁻27 കിലോഗ്രാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ദ തേർഡ് ഷെൽ ദ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഡാഷ് ഇറ്റ് ഒക്കേഴ്സ്. തേർഡ് ഷെല്ലിൽ മാക്സിമം എത്ര ഇലക്ട്രോൺസ് ആണ് തേർഡ് ഷെല്ലിൽ വരുന്നത്? നിങ്ങൾക്ക് ഷെല്ലറിയാം, ഇലക്ട്രോൺസ് ഉള്ള ഷെൽസ്. ഞാൻ ഒരു 4 ഷെല്ല് വരയ്ക്കാം. 1, ഓക്കെ അല്ലേ? 4 ഷെല്ല് വരച്ചിട്ടുണ്ട്. ഓരോ ഷെല്ല്, ആദ്യത്തെ ഷെല്ലിൻ്റെ പേരാണ് കെ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഷെല്ല് എന്താണ്? എല്. മൂന്നാമത്തെ ഷെല്ല് എം. ലാസ്റ്റ് ഷെല്ല് എന്താണ്? ലാസ്റ്റ് ഷെല്ലല്ല, എം കഴിഞ്ഞിട്ട് അടുത്ത ഷെല്ല് എന്താണ്? ഇതിങ്ങനെ പൊക്കോണ്ടിരിക്കും. കെ, എൽ, എം, എൻ ആണ് എന്തെന്ന് പറയുന്നത് ഷെല്ലിൻ്റെ പേരുകൾ. ഇതെന്ന് പറയുമ്പം ഇത് എത്രാമത്തെ ഷെല്ലാണ്? n = 1. ഇതോ n = 2. ഇതോ n = 3. ഇതോ n = 3. എത്രാമത്തെ ഷെല്ല് അതാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. 1, 2, 3. കെ എന്ന് പറയുന്ന ആദ്യത്തെ ഷെല്ല്, എൽ എന്ന് പറയുന്ന രണ്ടാമത്തെ ഷെല്ല്, എം എന്ന് പറയുന്ന മൂന്നാമത്തെ ഷെല്ല്, എൻ എന്ന് പറയുന്നത് എന്താണ്? നാലാമത്തെ ഷെല്ല്. 4 ഇനി തേർഡ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് വരാമെന്നാണ്. ഇതിനൊരു ഇക്വേഷൻ ഉണ്ട്. എന്താണെന്നറിയാമോ? 2n². ഈ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്? ഓരോ ഷെല്ലിൽ ഇലക്ട്രോൺസ് എത്ര എണ്ണം ഉണ്ടെന്ന് തീരുമാനിക്കുന്നത് ഈ ഇക്വേഷൻ അനുസരിച്ചാണ്. ഇതിൽ n എന്ന് പറയുന്നത് എന്താണ്? എത്രാമത്തെ ഷെല്ലാണെന്നാണ്. ഇനി നോക്കിയേ, കെ ഷെല്ല് ഞാൻ എടുക്കുവാണ്. ഇതിൽ ഇക്വേഷൻ എന്താണ്? 2n² ആണ്. ഇവിടെ n എന്താണ്? n എന്ന് പറയുന്നത് 1 ആണ്. ആദ്യത്തെ ഷെല്ല് n എന്ന് പറയുന്നത് 1. അപ്പോൾ 2 × 1² എന്ത് വരും? 2 തന്നെ വരും. ഞാൻ രണ്ടാമത്തെ ഷെല്ല് എടുക്കുവാണ് എൽ എന്ന് പറയുന്നത് വീണ്ടും 2n². 2 n ഇവിടെ എത്രയാണ്? 2 ആണ്. അപ്പം 2² എന്ന് വരും. അപ്പോൾ ഇതെന്താണ്? 4 × 2 8 വരും. അപ്പം എൽ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 8 ഇലക്ട്രോൺസ് ഉണ്ട്. ഇനി എം ഷെല്ല് ഞാൻ എടുക്കുവാണ് 2n². 2 × n എത്ര? 3, 3². അപ്പോൾ 9 × 2 18. അപ്പം എം ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 18 ഇലക്ട്രോൺസ് ഉണ്ട്. ഇനി എൻ ഷെല്ല് എടുക്കുവാണ് 2n². 2 × 4². 4² എത്ര? 16. 16 × 2 എത്ര? 32. അപ്പോൾ 32 ഇലക്ട്രോൺസ് ആണ് ഏതിലുള്ളത്? എൻ ഷെല്ലിലുള്ളത്. ഇവിടെ ചോദിച്ചേക്കുന്നത് തേർഡ് ഷെല്ലിലെ മാക്സിമം ഇലക്ട്രോൺസ് ആണ്. ഇത് ഒന്നാമത്തെ ഷെല്ല്, ഇത് രണ്ടാമത്തെ ഷെല്ല്, മൂന്നാമത്തെ ഷെല്ല് എന്ന് പറഞ്ഞാൽ ഏതാണ്? എമ്മിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടെന്നാണ് ചോദിച്ചേക്കുന്നത്. എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചാൽ? 18. അപ്പോൾ ആൻസർ എന്താണ്? 18 ഇലക്ട്രോൺസ് ആണ് എന്തെന്ന് പറയുന്നത് എം ഷെല്ലിലുള്ളത്. എൻ ഷെല്ലിലുള്ള അല്ലെങ്കിൽ ഫോർത്ത് ഷെല്ലിലുള്ള മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ചോദിച്ചിരുന്നെങ്കിൽ ആൻസർ എന്തായിരുന്നു? 32 ഇലക്ട്രോൺസ് ആയിരുന്നേ. ഓക്കെ ആണോ? അപ്പോൾ ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഓരോ ഷെല്ലിലെ ഇലക്ട്രോൺസ് കണ്ടുപിടിക്കുന്നത്. ഇക്വേഷൻ എന്താണ്? 2n². n എന്ന് പറയുന്നത് എന്താണ്? ഷെല്ലിൻ്റെ എണ്ണമാണ്. എത്രാമത്തെ ഷെല്ലാണ് എന്ന്. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ. ദ അറ്റോമിക് നമ്പർ ഓഫ് ആൻ എലമെൻറ്റ് ഈസ് 17. വാട്ട് ഈസ് ഇറ്റ്? ഒരു എലമെൻറ്റിൻ്റെ അറ്റോമിക് നമ്പർ തന്നിട്ടുണ്ട്. ഇനി ആ എലമെൻറ്റ് ഇത് ഏതിൽ പെടുന്നതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൽക്കലൈ മെറ്റൽ ആണോ, റെയർ ഗ്യാസ് ആണോ, ഹാലജൻ ഗ്യാസ് ആണോ, ട്രാൻസിഷൻ മെറ്റൽ ആണോ എന്ന് ചോദിച്ചിരിക്കുന്നത്. ഈ 17 എന്ന് പറയുന്ന ആരുടെ അറ്റോമിക് നമ്പറാണ്? ക്ലോറിൻ.
ക്ലോറിൻ്റെ അറ്റോമിക് നമ്പർ ആണ് എന്തെന്ന് പറയുന്നത് 17 എന്ന് പറയുന്നത്. ക്ലോറിൻ ഏത് ഗ്രൂപ്പിൽ വരുന്നതാ? 17th ഗ്രൂപ്പിൽ വരുന്നതാണ്. 17th ഗ്രൂപ്പിൽ വരുന്നതാണ് ആരെന്ന് പറയുന്നത്? ക്ലോറിൻ. 17th ഗ്രൂപ്പിനെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഹാലജൻസ് എന്ന് പറയുന്നത്. അപ്പം ഈ 17th ഗ്രൂപ്പിൽ വരുന്ന ക്ലോറിൻ ഏതിൽ വരുന്നതാണ്? ഹാലജൻ ഗ്യാസിൽ വരുന്നതാണ്. അപ്പോൾ ഹാലജൻ ഗ്യാസ് ആണ് എന്തെന്ന് പറയുന്നത്? ആൻസർ എന്ന് പറയുന്നത്. അതേപോലെ ഫ്ലൂറിൻ, ഹാലജൻസിൽ വരുന്ന ആരൊക്കെയായിരുന്നു? ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, അസ്റ്റാറ്റിൻ. ഇതെല്ലാമാണ് ഏതിൽ വരുന്നത്? 17th ഗ്രൂപ്പായിട്ടുള്ള ഹാലജൻസിൽ വരുന്നത്. അപ്പോൾ 17 എന്ന് പറയുന്ന അറ്റോമിക് നമ്പർ ഉള്ളത് ആർക്കാണ്? ക്ലോറിൻ ആണെന്ന് ഓർത്തിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The atomic number of potassium is 19 and its mass number is 39. The number of neutrons in its atom will be. എത്രയെന്നാ ചോദിച്ചിരിക്കുന്നത്? നോക്കിയേ, അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നമ്പർ ഓഫ് എന്താണ്? ഇലക്ട്രോൺസ്, അല്ലെങ്കിൽ നമ്പർ ഓഫ് എന്താണ്? പ്രോട്ടോൺസ്. ഇതാണ് എന്തെന്ന് പറയുന്നത്? അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ പ്രോട്ടോൺസിൻ്റെയും ന്യൂട്രോൺസിൻ്റെയും സമ്മാണ് എന്തെന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസിൻ്റെ ഉള്ളിലാണ് പ്രോട്ടോൺസും ന്യൂട്രോൺസും, അതിൻ്റെ രണ്ടിൻ്റെയും കൂടെ സമ്മാണ് എന്തെന്ന് പറയുന്നത്? മാസ് നമ്പർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ന്യൂട്രോൺസ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ ന്യൂട്രോൺസിനെ n വെച്ചും പ്രോട്ടോൺസിനെ p വെച്ച് റെപ്രസെൻ്റ് ചെയ്യുന്നു വെച്ചോ. ഈ അങ്ങനെയാണെങ്കിൽ n കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ മാസ് നമ്പറിനെ ഞാൻ m വെച്ച് റെപ്രസെൻ്റ് ചെയ്തു. മാസ് നമ്പറിൽ പോയിട്ട് ഈ p ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും? മൈനസ് സൈൻ ആവും. അങ്ങനെയാണെങ്കിൽ മാസ് നമ്പറിൽ നിന്ന് ഈ പ്രോട്ടോണും കുറച്ചാൽ പോരെ. ഇനി നോക്കിയേ, നമ്പർ ഓഫ് പ്രോട്ടോൺസ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? അറ്റോമിക് നമ്പർ. അങ്ങനെയാണെങ്കിൽ മാസ് നമ്പറിൽ നിന്നും ആ അറ്റോമിക് നമ്പറും കുറച്ചാൽ പോരെ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കിയേ, നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഇൻ ആൻ ആറ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ന്യൂട്രോൺസ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? മാസ് നമ്പറിൽ നിന്നും അറ്റോമിക് നമ്പർ കുറച്ചാൽ മതി. ഇതിൽ മാസ് നമ്പർ എത്രയാണ്? 39. അറ്റോമിക് നമ്പർ എത്രയാണ്? 19. രണ്ടും കൂടെ കുറയ്ക്കുമ്പോൾ എത്ര? 20. അപ്പോൾ ആൻസർ എന്താണ്? 20. അപ്പം ഏതൊരു ക്വസ്റ്റ്യനിലും മാസ് നമ്പറും അറ്റോമിക് നമ്പറും കൂടെ തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നമ്പർ ഓഫ് ന്യൂട്രോൺസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? രണ്ടിനെയും കൂടെ എന്ത് ചെയ്താൽ മതി? സബ്സ്ട്രാക്ട് ചെയ്താൽ മതി. നമുക്ക് എന്ത് കിട്ടും? അറ്റോമിക് നമ്പർ നമുക്ക് എന്ത് കിട്ടും? നമ്പർ ഓഫ് ന്യൂട്രോൺസ് കിട്ടും. ഇനി ഇതിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയായിരുന്നു? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് എന്താണ്? 19 ആണ്. കാരണം അറ്റോമിക് നമ്പർ 19 ആണല്ലോ. നമ്പർ ഓഫ് പ്രോട്ടോൺസ് എന്ന് പറയുന്നത് എത്രയാണ്? 19 ആണ്. അതും അറ്റോമിക് നമ്പറിന് ഈക്വൽ അല്ലേ? അപ്പം ഇത്രയാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് പറയാൻ പറ്റുന്നത്. അടുത്തതും ഇതുപോലത്തെ ഒരു സെയിം ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ, ഇത് കാർബൺ 12 6 ഇങ്ങനെ എഴുതാം. വാട്ട് ക്യാൻ ബി ദ കൺക്ലൂഷൻ ഫൗണ്ട് അബൌട്ട് ദ കാർബൺ ആറ്റം ഫ്രം C12 6. ഇതാണ് എന്തെന്ന് പറയുന്നത്? മുകളിൽ എഴുതിയേക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? മാസ് നമ്പർ. താഴെ എഴുതിയേക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? അറ്റോമിക് നമ്പർ. ഒന്നുകൂടെ 12 6. ഇതാണ് എന്തെന്ന് പറയുന്നത്? ഇതാണ് മാസ് നമ്പർ എന്ന് പറയുന്നത്. ഇതാണ് എന്ത്? അറ്റോമിക് നമ്പർ. ഇനി നോക്കിയേ, ക്വസ്റ്റ്യൻ നോക്കിയേ. ഇതിൽ ചോദിച്ചേക്കുന്ന എന്താണ്? ഇതിൽ നമുക്ക് എത്ര ന്യൂട്രോൺസും അതേപോലെ എത്ര ന്യൂട്രോൺസും ഇലക്ട്രോൺസും കൊടുത്തിട്ടുണ്ട്, പ്രോട്ടോൺസും കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ന്യൂട്രോണും ഇലക്ട്രോണും പ്രോട്ടോണും കണ്ടുപിടിക്കും. അപ്പോൾ ന്യൂട്രോൺ എന്ത്, ഇലക്ട്രോൺ എത്രയാണ്, അതേപോലെ പ്രോട്ടോണും എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. നോക്കിയേ, നേരത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ന്യൂട്രോൺസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? മാസ് നമ്പറിന് അറ്റോമിക് നമ്പർ കുറച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ 12ൽ നിന്നും 6 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? ന്യൂട്രോൺസ് 6 ആണെന്ന് കിട്ടും. ഇനി ഇലക്ട്രോൺസ് ആണെങ്കിലും പ്രോട്ടോൺസിൻ്റെ എണ്ണം എപ്പോഴും എന്തായിരിക്കും?
സെയിം ആയിരിക്കും. അത് എന്തിന് ഈക്വൽ ആണ്? അറ്റോമിക് നമ്പറിന് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ അറ്റോമിക് നമ്പർ എത്രയാണ്? 6. അറ്റോമിക് നമ്പർ എന്ന് പറയുന്നതല്ലേ ഇലക്ട്രോൺസിൻ്റെയും അല്ലെങ്കിൽ പ്രോട്ടോൺസിൻ്റെ എണ്ണം എന്ന് പറയുന്നത്. അപ്പോൾ എത്ര വരും? ഇതും 6 6 തന്നെയാണ് വരുന്നത്. അപ്പോൾ കറക്റ്റ് ഇത് വരുന്ന ഓപ്ഷൻ ഏതുണ്ട്? രണ്ടും 6 വരുന്നത്. ഓക്കെ, ഇത് 12 6 12 6 6 12. ഓക്കെ, 6 6 ന്യൂട്രോൺസും 6 പ്രോട്ടോൺസും. അപ്പോൾ ഏതാണ് ആൻസർ എന്ന് പറഞ്ഞാൽ ഡി ഓപ്ഷനാണ് ആൻസർ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു C12 6 എന്ന് തന്നിരുന്നാൽ ഇതിൽ നമുക്ക് ഏത് കൺക്ലൂഷനിലെത്താം? ഇതിന് 6 ന്യൂട്രോൺസും 6 പ്രോട്ടോൺസും ഉണ്ടെന്ന് പറയാമല്ലോ. ഫോണ്ട് തന്നെയല്ലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഫെർട്ടിലൈസേഷൻ ഇൻ ഹ്യൂമൻ ബീങ്സ് ടേക്ക് പ്ലേസ് ഇൻ. ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് എവിടെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. എവിടെയാണ്? ഓവറിയിലാണോ, ഫാലോപ്പിയൻ ട്യൂബിലാണോ, വജൈനയാണോ, യൂട്രസ് ആണോ? എവിടെയാണ്? നമ്മൾ 10ലേക്ക് പഠിക്കുന്നതാണ്. എന്താണ്? ഫാലോപ്പിയൻ ട്യൂബിലാണ് എന്ത് നടക്കുന്നത്? ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. ഓവറിയിൽ നിന്നും എഗ്ഗ് റിലീസാവും. ആ എഗ്ഗ് എവിടോട്ട് വരും? ഫാലോപ്പിയൻ ട്യൂബിൽ വരും. അതേപോലെ തന്നെ എന്ത് ചെയ്യും? സ്പേം സ്വിം ചെയ്ത് ഫാലോപ്പിയൻ ട്യൂബിൽ വരും. ആ ഫാലോപ്പിയൻ ട്യൂബിൽ വെച്ചിട്ടാണ് എന്ത് നടക്കുന്നത്? ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. പിന്നെ സെൽ ഡിവിഷനൊക്കെ കഴിഞ്ഞ് ഇതൊക്കെ ആയതിനു ശേഷമാണ് എന്ത് ചെയ്യുന്നത്? യൂട്രസിൽ വന്നിട്ട് അറ്റാച്ച് ആവുന്നത്. അതിന് മുന്നേ ആയിട്ട് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് എവിടെയാണ്? ഫാലോപ്പിയൻ ട്യൂബിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സ്ട്രിപ്ഡ് മസിൽ ഫൈബേഴ്സ്. സ്ട്രിപ്ഡ് മസിൽ ഫൈബേഴ്സ് എന്ന് പറയുന്നത് അതിൽ എത്ര ന്യൂക്ലിയാണുള്ളത്? ഒരു ന്യൂക്ലിയസ് ആണോ, 2 ന്യൂക്ലിയാണോ, മൾട്ടി ന്യൂക്ലിയാണോ, അതോ ന്യൂക്ലിയ ഒന്നും ഇല്ലേ? സ്ട്രിപ്ഡ് ആയിട്ടുള്ളതിൽ എങ്ങനെയാണ് നോക്കിയേ. മസിൽസ് മെയിൻലി മസിൽ ടിഷ്യൂ എടുത്തു കഴിഞ്ഞാൽ മെയിൻലി 3 ടൈപ്സ് ആണുള്ളത്. ഏതാണ് ആദ്യത്തേത്? ഒന്ന് സ്ട്രിപ്ഡ് മസിൽ, 2 അല്ലെങ്കിൽ നമുക്ക് സ്കെൽറ്റൽ മസിൽ എന്ന് പറയും. സ്കെൽറ്റൽ മസിൽ എന്ന് പറയും. രണ്ടാമത്തെ എങ്ങനെയാണ്? സ്മൂത്ത് മസിൽ. മൂന്നാമത്തത് എന്താണ്? കാർഡിയാക്ക് മസിൽ. നിങ്ങൾക്കറിയാം കാർഡിയാക്ക് മസിൽ എവിടെയാണ്? നമ്മുടെ ഹേർട്ട് ബോൾസിലാണ് എന്ത് കാണപ്പെടുന്നത്? കാർഡിയാക്ക് മസിൽ എന്ന് പറയുന്നത്. ഈ സ്ട്രിപ്ഡ് മസിൽസ് എന്ന് പറഞ്ഞാൽ നോക്കിയേ, ഇങ്ങനെ ഇവർക്ക് സ്ട്രിപ്സ് ഉണ്ട്, സ്ട്രേഷൻസ് പോലെയുണ്ട്. സ്ട്രേറ്റഡ് മസിൽ എന്ന് പറയാം. സ്ട്രിപ്ഡ് അല്ലെങ്കിൽ എന്ത് പറയാം? സ്ട്രേറ്റഡ് മസിൽ എന്ന് പറയാം. നമ്മുടെ ബോൺസുമായിട്ട് ചേർന്നിരിക്കുന്ന എല്ലാ മസിൽസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്കെൽറ്റൽ മസിൽ അല്ലെങ്കിൽ സ്ട്രേറ്റഡ് മസിൽ എന്ന് പറയുന്നത്. ഇവർക്ക് സ്ട്രിപ്സ് ഉണ്ട്. അതേപോലെ നോക്കിയേ, ഇവർ ഒരു മയോഫൈബറിൽ എടുത്താൽ തന്നെ ഇവർക്ക് ഒത്തിരി എന്തുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട്. അപ്പം ഇതേ കണക്ക് ബണ്ടിൽ പോലെ അടങ്ങി ഇരിക്കുവാണ് മയോഫൈബ്രൽസ്. അപ്പോൾ നോക്കിയേ, സ്ട്രിപ്ഡ് മസിൽസ് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒന്നിൽ കൂടുതൽ ന്യൂക്ലിയസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ആൻസർ എന്താണ്? മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആണ്. അതേപോലെ ഇവർ നമുക്കറിയാം നമ്മുടെ കാലിലും കയ്യിലൊക്കെ ഉള്ള ബോൺസുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന മസിലാണ്. അതുകൊണ്ട് ഇവരെങ്ങനെയാണ്? ഇവർ വോളണ്ടറി ആണ്. വോളണ്ടറി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ കൺട്രോളിൽ തന്നെയാണ് ആരെന്ന് പറയുന്നത്? ഈ മസിൽസ്. ഇനി സ്മൂത്ത് മസിൽസ് എങ്ങനെയാണ് ഇരിക്കുന്നത്? അവരുടെ 2 വശവും കുറച്ച് ടേപ്പേർഡ് ആയിരിക്കും. അതേപോലെ ഒരാളെ എടുത്തു കഴിഞ്ഞാൽ ഒരു ന്യൂക്ലിയസ് മാത്രമേ ഉള്ളൂ. ഇതാണ് എന്തെന്ന് പറയുന്നത്? സ്മൂത്ത് മസിൽസ് അല്ലെങ്കിൽ നോൺ സ്ട്രേറ്റഡ് മസിൽ എന്ന് പറയാം. സ്മൂത്ത് മസിൽ അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? നോൺ സ്ട്രേറ്റഡ് എന്ന് പറയാം. ഇതെങ്ങനെയാണ്? ഇവർ യൂണിന്യൂക്ലിയേറ്റഡ് ആണ്. അതേപോലെ സ്മൂത്ത് മസിൽസ് മെയിൻലി കാണപ്പെടുന്നത് നമ്മുടെ ഉള്ളിൽ സ്റ്റൊമക്ക് ഇൻഡസ്റ്റൈനിലൊക്കെയാണ്. അപ്പം ഇവരെങ്ങനെയായിരിക്കും? ഇവർ വോളണ്ടറി ആണോ ഇൻവോളണ്ടറി ആണോ? സ്റ്റൊമക്കിലും ഇൻഡസ്റ്റൈനിലൊക്കെ നടക്കുന്നത് നമ്മുടെ കൺട്രോളിലാണോ? അല്ല. അപ്പോൾ ഇവരെങ്ങനെയാണ്? ഇൻവോളണ്ടറി ആണ്. ഞാൻ പറയുന്നത് സ്മൂത്ത് മസിലിനെ പറ്റിയാണ്. അവരെങ്ങനെയാണ്? യൂണിന്യൂക്ലിയേറ്റഡ് ആണ്. മെയിൻലി നമ്മുടെ ഉള്ളിൽ സ്റ്റൊമക്ക് ഇൻഡസ്ട്രിയിലൊക്കെയാണ് കാണപ്പെടുന്നത്. അവർ നമ്മുടെ കൺട്രോളിലല്ല. അവരെങ്ങനെയാണ്? ഇൻവോളണ്ടറി ആണ്. ഇനി കാർഡിയാക്ക് മസിൽ ഇവിടെ എനിക്ക് കാണാൻ പറ്റുമോ?
കാർഡിയാക് മസിൽ എങ്ങനെയാണ്? കാർഡിയാക് മസിൽ നോക്കി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട എന്താണ്, ഇവരെങ്ങനെയാണ്? ബ്രാഞ്ചാണ്. ഇവർ ബ്രാഞ്ചാണ്. അതേപോലെ ഒരാളെടുത്തു കഴിഞ്ഞാൽ ഒരു ന്യൂക്ലിയസേ ഉള്ളൂ. ഇവരും എങ്ങനെയാണ്? യൂണി ന്യൂക്ലിയേറ്റഡ് ആണ്. അതേപോലെ കാണപ്പെടുന്നത് എവിടെയാണ്? നമ്മുടെ ഹേർട്ട് വോൾസിലാണ്. അപ്പം കാർഡിയാക് മസിലുമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട എന്താണ്? അവർ ബ്രാഞ്ചിലാണ്. ബാക്കി ആരും ബ്രാഞ്ചഡ് അല്ല. സ്ട്രേറ്റഡ് ആണെങ്കിലും നോൺ സ്ട്രേറ്റഡ് എന്ന് പറഞ്ഞാൽ സ്മൂത്ത് ആണെങ്കിലും ഒന്നും എന്തല്ല, ബ്രാഞ്ചഡ് അല്ല. പക്ഷേ കാർഡിയാക് മസിൽ എങ്ങനെയാണ്? ബ്രാഞ്ചഡ് ആണ്. അവർക്ക് യൂണി ന്യൂക്ലിയേറ്റഡ് ആണ്. അവർക്ക് കാണപ്പെടുന്ന ഹേർട്ട് വാൾസിലാണ്. ഇനി ഈ കാർഡിയാക് മസിലിനാണ് എന്ത്? ഏറ്റവും ബിസിയസ്റ്റ് മസിൽ എന്നറിയപ്പെടുന്നത് ആരാണ്? കാർഡിയാക് മസിലാണ്. ബിസിയസ്റ്റ് മസിൽ എന്ന് പറയുന്നത് ഏതാണ്? കാർഡിയാക് മസിലാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ ആൻസർ എന്താണ്? മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആയിട്ടുള്ളത് ആരാണ്? സ്ട്രിപ്ഡ് മസിൽ ഫൈബേഴ്സ് അല്ലെങ്കിൽ സ്ട്രേറ്റഡ് മസിൽസ് അല്ലെങ്കിൽ സ്കെൽറ്റൽ മസിൽസ് ആണ്. അടുത്ത നോക്കിയേ. ദി ടു ബോൺസ് ആർ കണക്റ്റഡ് ടു ഈച്ച് അതർ ബൈ അനദർ കണക്റ്റീവ് ടിഷ്യൂ ഈസ് കോൾഡ് ഡാഷ്. രണ്ട് ബോൺസ് തമ്മിൽ കണക്ട് ചെയ്യുന്ന കണക്റ്റീവ് ടിഷ്യൂ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. രണ്ട് ബോൺസിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന കണക്റ്റീവ് ടിഷ്യൂ. ഇനി വേറെ ഒന്നും കൂടെ ഉണ്ട്. എന്താണ്? ബോൺസിനെയും മസിലിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നത്. ഇത് മസിലാണെന്ന് വെച്ചോ. ഇത് ഇവരുടെ ഇടയിൽ കണക്ട് ചെയ്യുന്ന ടിഷ്യൂ ഉണ്ട്. അതേതാണ്? ബോൺ ടു ബോൺ കണക്ട് ചെയ്യുന്ന ഏതാണ്? ലിഗമെൻറ്റ്. ഇമ്പോർട്ടൻ്റ് ആണ് ലിഗമെൻറ്റ്. അതേപോലെ ബോൺ ടു മസിൽ കണക്ട് ചെയ്യുന്നത് ആരാണ്? ടെൻഡൻ ആണ്. ടെൻഡൻ. ഓക്കെ ആണോ? അപ്പോൾ ഇവിടെ ആൻസർ എന്താണ്? രണ്ട് ബോൺസിനെ തമ്മിൽ കണക്ട് ചെയ്യുന്നത്. ഇവിടെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി ടെൻഡൻസ് കൊടുത്തിട്ടില്ല, പക്ഷേ ചിലപ്പം കൊടുക്കാം. അപ്പോൾ കൺഫ്യൂസ്ഡ് ആവും. അപ്പോൾ ഓർക്കുക, എപ്പോഴും ബോൺ ടു ബോൺ കണക്ട് ചെയ്യുന്നത് ആരാണ്? ലിഗമെൻറ്റും. അതേപോലെ ബോൺ ടു മസിൽ ആരാണ്? ബോൺ ടു മസിൽ എപ്പോഴും ടെൻഡൻ ആണ്. അപ്പോൾ ഇവിടെ ആൻസർ എന്താണ്? ലിഗമെൻറ്റ്. അതേപോലെ കാർട്ടിലേജ് എന്താണ്? കാർട്ടിലേജും ഒരു സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ ആണ്. അതേപോലെ അതെന്താണ്? ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കണക്റ്റീവ് ടിഷ്യൂ ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? കാർട്ടിലേജ് ആണ്. നമ്മുടെ ഇയർ, അതേപോലെ നോസ്, ഇതൊക്കെ ഫ്ലെക്സിബിൾ ആണ്. അപ്പോൾ കാർട്ടിലേജ് എന്ന് പറയുന്നത് ഫ്ലെക്സിബിൾ ആണ്. മാട്രിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? മസിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു. മസിൽസ് മാട്രിക്സ് നിങ്ങൾക്ക് അറിയാമോ? ബോൺസ്. ഇപ്പോൾ ബോൺസ് എന്ന് പറയുന്നതും എന്താണ്? ബോൺ എന്ന് പറയുന്നതും എന്താണ്? കണക്റ്റീവ് ടിഷ്യൂ ആണ്. ഹാർഡസ്റ്റ് ആയിട്ടുള്ള കണക്റ്റീവ് ടിഷ്യൂ ആണ് ആരെന്ന് പറയുന്നത്? ബോൺസ് എന്ന് പറയുന്നത്. ഫ്ലെക്സിബിൾ കണക്റ്റീവ് ടിഷ്യൂ ഏതാണ്? തരുണാസ്ഥി എന്നൊക്കെ പറയും. സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ കാർട്ടിലേജ് ആണ്. ഹാർഡസ്റ്റ് കണക്റ്റീവ് ടിഷ്യൂ ഏതാണ്? ബോൺ. ഞാൻ ബോണിൻ്റെ ഒരു ടിഷ്യൂ എടുക്കുവാണ്. ഇതിൽ കുറേ സെൽസ് ഉണ്ട്. ഈ സെൽസ് ഇരിക്കുന്ന ഈ ഒരു സ്പേസ്, ഉള്ള സ്പേസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മാട്രിക്സ് എന്ന് പറയുന്നത്. ഇനി ഈ മാട്രിക്സിൽ ബോണിന് സ്ട്രെങ്ത് കൊടുക്കുന്ന രണ്ട് എലമെൻറ്റ്സ് ഉണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട്. നിങ്ങൾക്ക് അറിയാലോ ഏതാണ്? ഒന്ന് കാൽഷ്യം, മറ്റത് ഏതാണ്? ഫോസ്ഫറസ്. അപ്പോൾ ഫോസ്ഫറസും കാൽഷ്യവും കൂടെ ചേർന്നിട്ട് നമ്മുടെ ബോണിന് സ്ട്രെങ്ത് കൊടുക്കുന്നത്. ഇനി ബോണിലെ ഓരോ സെൽസിന് പറയുന്ന പേരെന്താണ്? ഓസ്റ്റിയോസൈറ്റ്സ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ കാർട്ടിലേജിലെ ഓരോ സെൽസിനെ പറയുന്നത് എന്താണ്? കോൺട്രോസൈറ്റ്സ് എന്നാണ് പറയുന്നത്. ബോണിനെ ആണെങ്കിൽ നമ്മൾ എന്താ പറയുന്നത്? ഓസ്റ്റിയോസൈറ്റ്സ്. അപ്പം ബോണിന് സ്ട്രെങ്ത് കൊടുക്കുന്ന എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? കാൽഷ്യവും ഫോസ്ഫറസും ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഇത്ര ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇതിന് മുന്നേ വീഡിയോസ് ഇട്ടിട്ടുണ്ട്, അതൊക്കെ കാണുക. ടൈമൊന്നും വേസ്റ്റ് ചെയ്യില്ല. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. താങ്ക് യു.